എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ വീടിന്റെ അന്തരീക്ഷം. അതിനെ എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു പേഴ്സണൽ സ്വർഗം പോലെ മാറ്റിയെടുക്കാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ വീട് ശരിക്കും എന്താണ്? വെറുതെ പുറത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഓടി ഒളിക്കാനുള്ള ഒരിടം മാത്രമാണോ? അതോ നിങ്ങളുടെ മനസ്സിനും ആത്മാവിനുമൊക്കെ ശരിക്കും ഒരു സമാധാനം, ഒരു ആശ്വാസം കിട്ടുന്ന ഒരു പുണ്യസ്ഥലം പോലെയാണോ? ഇവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. കണ്ടോ, ഒരു വീട്, അതായത് വെറുമൊരു കെട്ടിടം, നമ്മളെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ രക്ഷിക്കും, അല്ലേ? പക്ഷേ ഒരു ഭവനം അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിലെ ടെൻഷൻ, വിഷമങ്ങൾ, അങ്ങനെയുള്ള മാനസിക കൊടുങ്കാറ്റുകളിൽ നിന്നാണ് നമുക്ക് സംരക്ഷണം തരുന്നത്. ഒരു വൈകാരികമായ അഭയകേന്ദ്രം പോലെ. അതായത് അതിന്റെ ചുവരുകൾ ഇഷ്ടികയും സിമന്റും കൊണ്ടല്ല, സമാധാനം കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട, അല്ലേ? ഭയങ്കര കോലാഹലമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ടെൻഷൻ, മത്സരം, പിന്നെ എപ്പോഴും കേൾക്കുന്നതെന്താ? നെഗറ്റീവ് വാർത്തകൾ, ഒരു രക്ഷയുമില്ലാത്ത ബഹളം. പക്ഷേ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്തുള്ള നെഗറ്റീവ് എനർജിയൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൂടെ വീട്ടിലേക്ക് പോരും. ഓഫീസിലെ ടെൻഷൻ ഒരു ഭൂതത്തിനെ പോലെ നമ്മുടെ തോളിൽ കയറിയിരിക്കും. സോഷ്യൽ മീഡിയ നോക്കുമ്പോഴോ മറ്റുള്ളവരുടെ ജീവിതം കണ്ടൊരു തരം അസൂയ. ചുരുക്കി പറഞ്ഞാൽ, ദിവസത്തെ മുഴുവൻ സ്ട്രെസ്സും ഒരു ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ നമ്മുടെ വീടിന്റെ സമാധാനത്തിലേക്ക് ഇടിച്ചു കയറി വരും. അപ്പോ ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കേണ്ടത്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. വീട് ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയതാവാം, പക്ഷേ ഒരു ഭവനമുണ്ടാക്കിയിരിക്കുന്നത് വൈബ്രേഷൻസ് അഥവാ സ്പന്ദനങ്ങൾ കൊണ്ടാണെന്ന്. അതായത് ഒരു വീടിന്റെ ഭംഗി അതിന്റെ ചുമരുകളിലോ ഡിസൈനിലോ ഒന്നുമല്ല, അവിടെയുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയിലാണ്. അപ്പൊ ഈ പറയുന്ന ഊർജത്തെ, ഈ വൈബ്രേഷനെ ഒരു തെർമോസ്റ്റാറ്റ് പോലെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീടിന്റെ ഇമോഷണൽ ടെമ്പറേച്ചർ നമുക്കിഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ആത്മീയ തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ മനുഷ്യവൈദ്യുതി എന്നൊക്കെ കേട്ടിട്ട് പേടിക്കണ്ട. ഇത് സിമ്പിളാണ്. നമ്മുടെ ഉള്ളിലെ മാനസികവും വൈകാരികവുമായ അവസ്ഥ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിംഗ്സ്, അതാണ് സംഭവം. ഒരു തെർമോസ്റ്റാറ്റ് എങ്ങനെയാണോ റൂമിലെ ചൂട് കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിലെ അവസ്ഥ നമ്മുടെ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ഇമോഷണൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും. ഇതങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിൾ. നിങ്ങൾ നല്ല ദേഷ്യത്തിലും സ്ട്രെസ്സിലുമാണ് വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിലോ എന്താവും അവസ്ഥ? ആ വീടൊരു കത്തുന്ന തീ പോലെയാവും. അവിടെ സമാധാനം കാണില്ല. നേരെ മറിച്ച് നിങ്ങൾ കൂളായി സമാധാനത്തോടെയാണ് വരുന്നതെങ്കിലോ അതേ വീട് നിങ്ങളെയും നിങ്ങളുടെ വീട്ടിലുള്ളവരെയും ഹീൽ ചെയ്യുന്ന, സുഖപ്പെടുത്തുന്നൊരു സ്പേസായി മാറും. ഓക്കെ, അപ്പൊ ഈ തിയറിയൊക്കെ കൊള്ളാം. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ വീടിന്റെ ഈ തെർമോസ്റ്റാറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അല്ലേ? അതിന് വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് എന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ രീതിയുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. ഇതിനുവേണ്ടി മണിക്കൂറുകളൊന്നും മാറ്റിവെക്കേണ്ട. ഒരു ദിവസം വെറും 7 മിനിറ്റ്. അതെ, കേട്ടത് ശരിയാണ്. വെറും 7 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വീടിന്റെ ആ ഒരു ഫ്രീക്വൻസി തന്നെ മാറ്റാൻ പറ്റും. കാരണം ഒരുപാട് നേരം ചെയ്യുന്നതിലല്ല കാര്യം, ശ്രദ്ധയോടെ കുറച്ചു സമയം ചെയ്താൽ മതി. അതിനാണ് പവർ കൂടുതൽ. ഇതിനാകെ 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. വളരെ സിമ്പിൾ. സ്റ്റെപ്പ് 1. വീട്ടിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് വാതിൽക്കൽ ഒരു 30 സെക്കൻഡ് ഒന്ന് നിൽക്കുക. എന്നിട്ട് ആ ദിവസത്തെ ടെൻഷനും വിഷമങ്ങളും എല്ലാം കൂടി ഒരു ബാഗിലാക്കി ആ വാതിലിനെ പുറത്ത് വെച്ച് അകത്തേക്ക് കയറുന്നതായിട്ട് മനസ്സിൽ കാണുക. ബോധപൂർവം അതിനെയെല്ലാം പുറത്തു നിർത്തുക. ഇനി സ്റ്റെപ്പ് 2. അങ്ങനെ ഫ്രഷായി അകത്ത് കയറിയ ശേഷം ശബ്ദത്തിന്റെ പവർ ഉപയോഗിക്കുക. ശബ്ദത്തെ ഒരു ആത്മീയ അണുനാശിനി പോലെ ഉപയോഗിക്കാം. ശബ്ദം എങ്ങനെയാ ഒരു അണുനാശിനിയാവുന്നത് എന്നല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. ഒരു സോഫ്റ്റ് മ്യൂസിക് വെക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ കേൾക്കുന്നത്. ഇനി അതൊന്നുമല്ലെങ്കിൽ നിങ്ങളുടെയും വീട്ടിലുള്ളവരുടെയും സന്തോഷമുള്ള ചിരിയുടെ ശബ്ദം. ഇതൊക്കെ വീടിന്റെ ഓരോ മൂലയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി അങ്ങ് തുടച്ചു നീക്കും. ശരിക്കും പറഞ്ഞാ ചുമരുകളുടെയും ഫർണിച്ചറിന്റെയൊക്കെ ആ ഒരു ഓറ ക്ലീൻ ചെയ്യുന്നത് പോലെയാണിത്. അപ്പോ ഈയൊരു ചെറിയ ശീലം കൊണ്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ വീടിന്റെ രൂപം തന്നെ മാറും. അതായത് അതൊരു സാധാരണ വീടല്ലാതായി മാറും. പകരം നിങ്ങളുടെ ആത്മാവിനെ റീചാർജ് ചെയ്യുന്ന ഒരു പവർഫുൾ ചാർജിംഗ് സ്റ്റേഷനായി അത് മാറും. അതെ,
ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്ന ഒരിടം എന്നതിലുപരി ഒരു ദിവസം മുഴുവൻ പുറത്ത് നഷ്ടപ്പെട്ട നിങ്ങളുടെ ഊർജം തിരികെ തന്ന് നിങ്ങളെ വീണ്ടും ഉഷാറാക്കുന്ന ഒരിടമായി നിങ്ങളുടെ വീട് മാറും. ഒരു ഹീലിംഗ് സ്പേസായി മാറും. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വളരെ പവർഫുൾ ആയൊരു കാര്യമാണ്. സ്വർഗം എന്ന് പറയുന്നത് മരണശേഷം നമ്മൾ പോകുന്നൊരു സ്ഥലമല്ല, അല്ലേയല്ല. അത് നമ്മൾ ഇന്ന് ഇപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ്, ഒരു വൈബ്രേഷനാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കണം. നിങ്ങളുടെ വീടിന്റെ ആ സ്പിരിച്വൽ തെർമോസ്റ്റാറ്റ്, അതിൽ നിങ്ങൾ ഏത് ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്? ടെൻഷന്റെയും സ്ട്രെസ്സിന്റെയും കൊടുംചൂടാണോ, അതോ സമാധാനത്തിന്റെയും ശാന്തതയുടെയും കുളിർമയാണോ? ഓർക്കുക, ആ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്.